എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയിൽ ക്രിക്കറ്റ് വെറുമൊരു കളി മാത്രമല്ല, അത് സിരകളിലോടുന്ന രക്തമാണ്, ശ്വാസമാണ്. 140 കോടി ജനങ്ങളെ ഒരൊറ്റ വികാരത്തിൽ വിളക്കിച്ചേർക്കുന്ന വമ്പനൊരു ഉത്സവമാണ്. ഇന്ത്യൻ ടീം പച്ചപ്പുൽ മൈതാനത്തേക്ക് കാൽകുത്തുമ്പോൾ കളിക്കുന്നത് വെറും 11 പേരല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും പ്രാർത്ഥനകളുമാണ് അവരോടൊപ്പം പോരാടാനിറങ്ങുന്നത്. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ആ ഇതിഹാസ പോരാട്ടം ഇതാ നമ്മുടെ കൺമുന്നിലെത്തി നിൽക്കുന്നു. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ലോകകപ്പ് മഹാഫൈനൽ. ഇത് വെറുമൊരു ഫൈനലല്ല, ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു യുദ്ധമാണ്. എന്നാൽ ഈ ഫൈനൽ ആവേശത്തെ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിപ്പിച്ചിരിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായി പുറത്തുവന്ന ചില വമ്പൻ പ്രഖ്യാപനങ്ങളാണ്. ഈ സ്റ്റേഡിയത്തിൽ വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദമേറുന്നുണ്ടെന്നും ഇതൊരു അപശകുനം പിടിച്ച ഗ്രൗണ്ടാണെന്നും ചിലർ പരിഹസിച്ചു തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഈ പരിഹാസങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മറുപടി രാജ്യത്തൊട്ടാകെ ഒരു കൊടുങ്കാറ്റായി വീശിയടിക്കുകയാണ്. കളിയിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ്, എന്നാൽ അതിന്റെ പേരിൽ ഒരു സ്റ്റേഡിയത്തെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഈ സ്റ്റേഡിയം ഇന്ത്യയുടെ അജയ്യമായ കരുത്തിന്റെ പ്രതീകമാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ തീപ്പൊരി മറുപടി. ഇതിനൊപ്പം അദ്ദേഹം നടത്തിയ ആ മഹാപ്രഖ്യാപനം കേട്ട് ക്രിക്കറ്റ് ലോകം ശരിക്കും ഞെട്ടിത്തെറിച്ചു. ഫൈനലിൽ ഇന്ത്യ കപ്പടിച്ചാൽ ടീമിന് 100 കോടി രൂപ പാരിതോഷികമായി നൽകുമെന്നാണ് മോദി പ്രഖ്യാപിച്ചത്. രാജ്യത്തിനു വേണ്ടി കളിക്കുമ്പോൾ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാതെ കളിയുടെ ഓരോ നിമിഷവും ആസ്വദിച്ചു വേണം മൈതാനത്ത് പോരാടാനെന്നും അദ്ദേഹം കളിക്കാരെ ഓർമ്മിപ്പിച്ചു. ഈ 100 കോടി വെറുമൊരു തുകയല്ല, മറിച്ച് 140 കോടി ജനങ്ങൾ കളിക്കാർക്ക് നൽകുന്ന വലിയൊരു ആദരവാണെന്ന് ആരാധകർ ഒന്നടങ്കം ഏറ്റുപാടി. ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ കുതിപ്പ് ഏതൊരു ഹോളിവുഡ് ത്രില്ലർ സിനിമയെയും വെല്ലുന്നതായിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്ന വിസ്മയത്തിന്റെ ചിറകിലേറിയാണ് ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. ബാറ്റ് കൊണ്ട് തീമഴ പെയ്യിക്കുന്നതിനൊപ്പം അതിഗംഭീരമായ ക്യാപ്റ്റൻസിയിലൂടെയും സൂര്യകുമാർ എതിരാളികളുടെ ഉറക്കം കെടുത്തി. പ്രധാനമന്ത്രിയുടെ 100 കോടിയുടെ പ്രഖ്യാപനം ഡ്രസ്സിംഗ് റൂമിലെത്തിയതോടെ അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറിമറിഞ്ഞു. ടീം അംഗങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും രോമകൂപങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നതായിരുന്നു. രാജ്യത്തിന്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഒരു രാജ്യം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. പക്ഷേ നമ്മൾ അതിജീവിക്കും, വിജയിക്കും. ഈ സൂര്യയുടെ ഈ വാക്കുകൾ കേട്ട് ഓരോ താരത്തിന്റെയും മുഖത്ത് 1000 സൂര്യന്മാരുടെ തിളക്കമായിരുന്നു. എന്നാൽ മറുവശത്ത് നിൽക്കുന്നത് നിസ്സാരക്കാരല്ല. ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരികളായ ന്യൂസിലൻഡ് നിരയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യയെ വിറപ്പിച്ച ചരിത്രമുള്ള കിവീസിനെ നയിക്കുന്നത് ശാന്തനും എന്നാൽ അതിഭീകരനായ തന്ത്രജ്ഞനുമായ ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറാണ്. അതുകൊണ്ടുതന്നെ ഈ മത്സരം ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ത്രില്ലറായി മാറാനിടമില്ലെന്ന കാര്യത്തിൽ സംശയമില്ല. ഫൈനൽ ആവേശം അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രതികരണം ഇടിത്തീ പോലെ വന്നിറങ്ങിയത്. ഫൈനലിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ഒരു ചെറു ചിരിയോടെ അദ്ദേഹം നൽകിയ മറുപടി എല്ലാം സെറ്റാണ്, ഇന്ത്യ ജയിക്കും എന്ന ഒറ്റ വരിയായിരുന്നു. നിമിഷങ്ങൾക്കകമാണ് ഈ വീഡിയോ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടർന്നുപിരിച്ചത്. സബ് സെറ്റ് ഹൈ എന്ന ഹാഷ്ടാഗിൽ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും മീമുകളുടെ ഒരു സുനാമി തന്നെ ആഞ്ഞടിച്ചു. ഫൈനൽ തുടങ്ങും മുന്നേ തന്നെ അമിത് ഷാ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞെന്നും അമിത് ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയിക്കാനില്ല എന്ന് പറഞ്ഞ് ആരാധകർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ കിവീസ് ക്യാപ്റ്റൻ സാന്റ്നർ ഇതിനോട് പ്രതികരിച്ചത് തന്റെ സ്വതസിദ്ധമായുള്ളൊരു മഞ്ഞുകട്ട പോലെയായിരുന്നു. ക്രിക്കറ്റിൽ മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാനാവില്ല, മത്സരങ്ങൾ ജയിക്കുന്നത് മൈതാനത്താണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ന്യൂസിലൻഡിന്റെ അപകടകരമായ മുന്നറിയിപ്പും ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇതിനിടെ BCCI സെക്രട്ടറി ജയ് ഷായും ടീമിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. ടൂർണമെന്റിലുടനീളം ഇന്ത്യൻ ടീം പുറത്തെടുത്തത് ലോകത്തെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ്. ദിവസങ്ങൾ നീണ്ട കഠിന അധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഫലമാണ് ഈ വിജയങ്ങൾ. ഇന്ത്യയുടെ ഫിറ്റ്നസും പ്രതിഭയും ലോകോത്തരമാണെങ്കിലും ന്യൂസിലൻഡിനെ ഒരിക്കലും കുറച്ചു കാണരുതെന്നും ജയ് ഷാ ഓർമ്മിപ്പിച്ചു. എന്തായാലും രാജ്യം മുഴുവൻ ഇപ്പോൾ ഈ ഒറ്റ മത്സരത്തിലേക്കാണ് കണ്ണുനട്ടിരിക്കുന്നത്. വലിയ LED സ്ക്രീനുകൾ നഗരങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. തെരുവുകളും വീടുകളും ത്രിവർണ പതാകകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മഹായുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഈ വൻ പ്രഖ്യാപനങ്ങളുടെയും കോരിത്തരിപ്പിക്കുന്ന ആവേശത്തിന്റെയും നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 100 കോടിയുടെ പാരിതോഷികം ഇന്ത്യൻ താരങ്ങൾക്ക് ഊർജ്ജമാകുമോ? അമിത് ഷാ പറഞ്ഞതുപോലെ എല്ലാം സെറ്റാണോ? അതോ ശാന്തനായ സാന്റ്നറുടെ നേതൃത്വത്തിൽ ന്യൂസിലൻഡ് ഇന്ത്യൻ മണ്ണിൽ ഒരു വൻ അട്ടിമറി നടത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.